ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്നെ എന്റെ രാജുവിനെ തമ്മിൽ അകറ്റാൻ നിങ്ങൾ പഠിച്ച പണിയെല്ലാം നോക്കി. നോ രക്ഷ. എത്ര അകറ്റാൻ നോക്കിയാലും ഞാനും എന്റെ രാജു ഇങ്ങനായിരിക്കും. ഇതാണ് ലവ്. കൈതാ. കാണിക്കേ. രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ചവിട്ടി തിരുമുണ്ട്. കേട്ടല്ലോ? നോക്കടാ, അങ്ങോട്ട് നോക്ക്. അവരൊന്നായി. ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ഒന്നായി. നീ ഒരൊറ്റൊരാള് കാരണം ഈ സ്ഥിതി വന്നത്. എന്നോട് ആലോചിക്കാത്തവന്റെ ഒരു മണ്ടം ബുദ്ധി. പിന്നെ അമ്മ ഒരുക്കുന്ന പ്ലാനൊക്കെ ഒന്ന് സക്സസ് ആവൂല്ലേ? ഞാൻ അവനെ കൊല്ലാനാ പ്ലാൻ ഒരുക്കിയ. കൊടുക്കാൻ തെച്ചത് പാണ്ടാന്നും ഞാൻ കരുതിയോ? ഹൃദയ വൈദ്യരെ, ഒന്ന് പതുക്കെ തിരുമ വൈദ്യരെ. ഇതേ ഒരു മനുഷ്യ ശരീര, അല്ലാതെ മൃഗശരീരം അല്ല. ഞാനേ മർമാണി വൈദ്യരാ. എന്ത്? മുള്ളാണി വൈദ്യരോ? മർമാണി വൈദ്യര്. ഞാനേ വേണുങ്ങൾ പറയുന്നത് കേട്ട് ചെയ്യുന്നതാ. ബെസ്റ്റ്. കൊട്ടൻ ചുക്കാതി മുറിവെണ്ണയോ അല്ല, മഹാനാരായണ തൈലയൊട്ട് തടവിയ ഏതുളുക്കും ചതവും മാറും. ഭാര്യ ഭർത്താക്കന്മാരുടെ പ്രൈവസിയിലേക്ക് ഇവർ കടന്നു കയറുന്ന. എവിടെ ഒളിഞ്ഞു നോക്കുന്ന ശീലം ഇന്നും ഇന്നലെ തുടങ്ങിയതല്ലോ. മതിയടി കളിയാക്കിയത്. ഞാൻ നല്ല ഉദ്ദേശത്തിലാ പറഞ്ഞത്. നിങ്ങളുടെ ഉദ്ദേശവും ഉപദേശവും ഒക്കെ എന്തിനാണെന്ന് വളരെ കൃത്യമായിട്ട് എനിക്കറിയാം. ഇങ്ങോട്ടത് ചെലവാക്കാൻ നോക്കണ്ട. എന്റെ രാജുവിന്റെ നേരെ നടന്ന ഈ അറ്റാക്കിന്റെ പിന്നില് നിങ്ങളും നിങ്ങളുടെ മകനുമാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. ദേ, ചെയ്യാത്ത കുറ്റവാ നീയും നിന്റെ അമ്മയും കൂടി എന്റെ തലയെ കെട്ടിവെക്കുന്നേ. നിങ്ങൾ ചെയ്ത കുറ്റം തന്നെ അംബികാവർമ്മേ. ഇവരും ഇവരുടെ മകനും കൂടി വിട്ട ഗുണ്ടകളാ എന്റെ നേരെ അറ്റാക്കിന് വന്നത്. അതിലേ ഒരു സംശയവും വേണ്ട. രാജു എന്റെ ഭർത്താവ്. എന്റെ ഭർത്താവിനെ വേദനിപ്പിച്ചവരെ തിരിച്ച് വേദനിപ്പിക്കാൻ കിട്ടുന്ന ഒരവസരവും ഈ ഋതിക പാഴാക്കില്ല. എന്നെ കൂടുതലങ്ങ് വിറപ്പിക്കല്ലേടി. നിങ്ങളെ വിറയ്ക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ അംബിക. നിങ്ങളെ ഞാൻ പറത്തും. BP കൂട്ടല്ലേ മാഡം, ചിലപ്പോ സ്ട്രോക്ക് ഉണ്ടാവും. ഇന്നലെ എന്റെ രാജുവിന്റെ നേരെ ഉയർന്നവരുടെ കൈകൾ പടാന്ന് ഒടിഞ്ഞത്. അതുപോലെ അമ്മായിയുടെയും മാനസിക രോഗിയായ ആ മകന്റെയും കൈ ഒടിയുണ്ടെങ്കിലേ അടങ്ങി ഒതുങ്ങി നിന്നോണം. എന്നെ അടക്കി വെക്കാൻ മാത്രം നീ വളർന്നോടി. എന്താ സംശയം? നിങ്ങൾ പത്തി വിരിച്ചാടാൻ തുടങ്ങുമ്പോഴൊക്കെ ഞാൻ വന്ന് അടിച്ച് താഴെയിടും. എന്നിട്ടും നിങ്ങൾ പഠിക്കില്ല. വീണ്ടും വരും ഓരോ കെണികൾ ഒരുക്കി. എന്നെ എന്റെ രാജുവിനെ തമ്മിൽ അകറ്റാൻ നിങ്ങൾ പഠിച്ച പണിയെല്ലാം നോക്കി. നോ രക്ഷ. എത്ര അകറ്റാൻ നോക്കിയാലും ഞാനും എന്റെ രാജു ഇങ്ങനായിരിക്കും. ഇതാണ് ലവ്.
വേഗം പോയി കുളിച്ചിട്ടോ. അതോ ഞാൻ കുളിപ്പിക്കണോ? അയ്യോ വേണ്ടായേ, ഞാൻ കുളിച്ചോളാം. എന്റെ ചക്കരക്കുട്ടി, ആദ്യമായി ഞാൻ അവൾക്ക് ആഹാരം വിളമ്പാൻ പോകുന്നു. എന്റെ പൊന്നുമോള് കഴിക്കുന്നത് എനിക്ക് കാണണം. എന്റെ എത്ര നാളത്തെ ആഗ്രഹ ദൈവമേ, നീ ഇന്ന് സാധിച്ചു തന്നെ. അമ്മ എന്തിനാ ഇങ്ങനെ കരയുന്നേ? അമ്മയുടെ മോള് അമ്മയെ കാണാൻ വന്നില്ലേ? എന്റെ അമ്മ ഇനി ഒരിക്കലും കരയരുത്. കരയോ? അമ്മ ഇനി കരയില്ല മോളെ. ഇതേ സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞു പോയതാ. മോള് കഴിക്ക്. മോളിങ്ങനെ കഴിക്കുന്നത് അമ്മയ്ക്ക് കണ്ണു നിറയെ കാണണം. കഴിക്ക്. എന്റെ മോക്ക് അമ്മയെ ഇഷ്ടമാണോ? എന്റെ അമ്മേ എനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടം. കഴിക്കും മോളെ. മാഡം, മാഡം, മാഡം പകൽക്കിനാവ് കാണുവാണോ? ഞാൻ എന്റെ മോളെ ഓർത്ത് നിന്നുപോയതാ. അവര് വരും സമയമായെന്ന് തോന്നുന്നല്ലേ? ഈ ദിവസം എന്നും ഓർക്കാൻ വേണ്ടി ഡയറിയിൽ കുറിച്ചിടണം. അതിന് ഡയറിയൊക്കെ പോയില്ലരുതോ? ആ, മനസ്സിന്റെ ഡയറിയിൽ കുറിച്ചിട്ടാ മതി. പിന്നെ അതൊരിക്കലും ആയില്ല. അമ്മ കാത്തിരിക്കായിരിക്കും അല്ലേ രാജു? അമ്മയ്ക്ക് എന്ത് സന്തോഷായിരിക്കും. അമ്മയ്ക്ക് മാത്രമല്ലല്ലോ, ഈ മകൾക്കും വലിയ സന്തോഷാവില്ലേ? അതെ.